ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇതെന്താ ഒരു പുതിയ ഐറ്റം കൊണ്ട് വന്നിട്ടുള്ളത്? ഇത് എന്തൊക്കെ ഇവള് ചെയ്തുകൊണ്ടിരിക്കണേന്നല്ലേ നിങ്ങൾ നോക്കണേ. ഇതുണ്ടല്ലോ, ഇത് 1 കിലോ പാൽ സ്രാവാണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ പേര്? അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഞാനിത് വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന പാൽ സ്രാവാണ് കേട്ടോ. അങ്ങനെ പാൻ ചൂടാക്കി അതിലോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചു. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ യൂസ് ആക്കണത്. അത് ഒഴിച്ചു. അതിനുശേഷം വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ചൂടായപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ വേപ്പില ഇടുന്നു. വേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല പോലെ അത് മൂപ്പിക്കുന്നു. അതിനുശേഷം തീ ചെറുതാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്രഷ് ചെയ്തിട്ടുള്ള റെഡ് ചില്ലി ഇടണം. അത് നല്ല പോലെ മൂക്കണം, കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. തീ ചെറുതാക്കി വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ. അത് കൃത്യം അളവിൽ മൂത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ വറുത്ത് കോരി വെച്ചിരിക്കുന്ന പാൽസ്രാവിൻ്റെ ആ മിക്സ്, അതായത് ആ പൊടിച്ച പാൽസ്രാവ് അതിലോട്ട് തട്ടണം. അതിനുശേഷം അപ്പോഴും നമ്മൾ തീ ചെറുതാക്കി തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. ഞാൻ ഒരു ദിവസം ആ സ്രാവ് വെള്ളം മാറ്റിക്കൊണ്ടേ ഇരുന്നിട്ട് ഒരു ദിവസം ഉപ്പ് കളഞ്ഞ സ്രാവാണ് കേട്ടോ. ഉപ്പ് അത് കാരണം അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് സ്പെഷ്യൽ ഒരു ഉപ്പിടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക.